അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ടിപ്സ് പറഞ്ഞു തരാം. ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഫലം കിട്ടിയ ഒരു ടിപ്സാണ്. വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അത് അള്ളാഹു നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും. നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം നിറവേറാനുണ്ടാവും. ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന ആഗ്രഹങ്ങളുണ്ടാവും. എങ്കിലും നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കുക. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഉറച്ച വിശ്വാസം വേണം. അള്ളാഹു എനിക്ക് ഹൈറായ സമയത്ത് അള്ളാഹു എനിക്ക് തരും എന്നൊരു വിശ്വാസം വേണം. ഈ ഒരു അമല് ചെയ്തിട്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു എനിക്ക് ഉത്തരം തരുമെന്നൊരു പ്രതീക്ഷ നമുക്ക് വേണം. ബിസ്മി കൊണ്ട് നമുക്ക് ആവശ്യം നിറവേറാൻ നമ്മൾ ബിസ്മി പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നിറവേറാൻ പറ്റും. അത് നിശ്ചിത എണ്ണം കണക്കാക്കിയിട്ട് നിശ്ചിത രൂപത്തിൽ നമ്മൾ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ബിസ്മി കൊണ്ട് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി കിട്ടും. ബിസ്മിയുടെ പോരിശകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ബിസ്മിയുടെ മഹത്വം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്ക് ഏത് കാര്യത്തിലും നമ്മൾ ബിസ്മി ചൊല്ലിയാൽ അതിൽ പൈശാചിക ഇടങ്ങാറുണ്ടാവില്ല. നമുക്ക് ഒരാവശ്യം നിറവേറാൻ അതിയായ ആഗ്രഹമുള്ള ഒരു ആവശ്യം നമുക്ക് നിറവേറാനുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കൂ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട്, ചിലർക്ക് ഒരു ദിവസം കൊണ്ട് ഉത്തരം കിട്ടും. അതിനുള്ള വഴി അള്ളാഹു നിങ്ങളുടെ മുന്നിൽ തുറന്ന് കാണിച്ചു തരും. ചിലർക്ക് 3 ദിവസം കൊണ്ട്, ചിലർക്ക് 7 ദിവസം കൊണ്ടൊക്കെയാണ്. നിങ്ങൾക്ക് എപ്പോഴാണ് അള്ളാഹു ഉത്തരം തരിക എന്ന് വെച്ചാൽ അതുവരെ നിങ്ങൾ ഇതുപോലെ ചെയ്യുക. നിങ്ങൾ നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് ചൊല്ലാനിരിക്കുന്നതെങ്കിൽ അത്രക്ക് ഫലമുണ്ടാവും. അത് രാത്രിയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയമെങ്കിൽ അത്രക്ക് ഫലം നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് കിട്ടും. അതുപോലെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഖിബ്ലക്ക് മുന്നിട്ട് ആ ഒരു നിസ്കാര പായയിൽ ഇരുന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലി ദുആ ചെയ്യുക. പാവങ്ങളെ പുറത്തു തരാൻ വേണ്ടി ദുആ ചെയ്യുക. എന്നിട്ട് അള്ളാഹുവിനോട് പറയുക, എൻ്റെ ഇന്നാലിന്ന ആഗ്രഹം നീ സാധിപ്പിച്ച് തരണേ, അതിനുവേണ്ടി ഞാൻ നിനക്ക് ഇന്നാലിന്ന ഒരു അമല് ചെയ്യുന്നുണ്ട്, അള്ളാഹ് നീ സ്വീകരിക്കണേ, തെറ്റുണ്ടെങ്കിൽ പൊറുക്കണേ എന്ന് ദുആ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നബിയുടെ ഹളറത്തിലേക്ക് വേണ്ടി 3 ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുക. ശേഷം നിങ്ങൾ 1000 ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ഒരിരിപ്പിലിരുന്നിട്ട് നിങ്ങൾ ചൊല്ലി തീർക്കുക. എന്നിട്ട് ശേഷം വീണ്ടും 3 ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. കൈകൾ ഉയർത്തി നിങ്ങളുടെ ആവശ്യം എന്താണോ അത് 3 വട്ടം എടുത്ത് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങളുടെ ദുആ അള്ളാഹു സ്വീകരിക്കും. നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ അർദ്ധരാത്രിയിൽ ഇരുന്നിട്ട് അള്ളാഹുവിനോട് ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് അള്ളാഹു ചിലപ്പോൾ രാവിലെ ആകുമ്പോഴേക്കെന്നെ ഉത്തരം കിട്ടും. അധിക പേർക്കും ഇത് ഫലം കണ്ട ഒരു ടിപ്സാണ്. ചിലർക്ക് 3 ദിവസം കൊണ്ട് ഫലം കണ്ടിട്ടുണ്ട്. ആർക്കാണ് പ്രയാസങ്ങളില്ലാത്തത്? എല്ലാം തികഞ്ഞവരായിട്ട് തന്നെ ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും എന്തെങ്കിലും ആവശ്യം നിറവേറാനായിട്ടുണ്ടാവും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഈ ഒരു ടിപ്സ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഉറപ്പായിട്ടും ഫലം കിട്ടും. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ കാണാം. ഇതുപോലെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന നിങ്ങൾക്ക് ടിപ്സുകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.